അപ്പോൾ എല്ലാവരും കാത്തിരുന്നിട്ടുള്ള നമ്മുടെ NTPC +2 ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാട്സപ്പ് ചാനലിൽ, ഇൻസ്റ്റഗ്രാമിൽ, അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാമിലൊക്കെ ഞാനൊരു ഷോർട്ടായിട്ടുള്ളൊരു എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച നോട്ടിഫിക്കേഷൻ വരും. ഞാൻ ഇത്ര തന്നെ കാത്തിരിക്കുക. സമയം ഇപ്പോൾ 2:09 ആയിട്ടുണ്ട് കേട്ടോ. നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ രാത്രിയിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യാൻ പ്രധാന കാരണം. അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ, ഹൈപ്പൊക്കെ തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു പ്രചോദനം. ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ നിങ്ങൾക്കത് മനസ്സിലാകുന്നതായിരിക്കും. പലരും ഇപ്പം എല്ലാ പ്ലാറ്റ്ഫോമിലും എല്ലാ സ്ഥലത്തും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടാറൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എത്രമാത്രം പ്രചോദനം നിങ്ങളുടെ ഒരു സപ്പോർട്ടും തരും എന്നുള്ള കാര്യം. ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെയുമുണ്ട്. എന്തായാലും അതൊക്കെ മനസ്സിലാകുമ്പോഴാണ് കൂടുതൽ ഇതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ഇത്ര നേരം. അപ്പോൾ ഇന്ന് വരും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് 28-ാം തീയതിയാണ്, ഇന്നാണ് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അപേക്ഷിക്കുക. കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. മിനിമം +2 മതി ഇതിന് അപേക്ഷിക്കാനായിട്ട്. അതുപോലെ തന്നെ വനിതകൾക്കും പുരുഷന്മാർക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഫീസിൻ്റെ കാര്യങ്ങൾ എല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കണ്ട് മനസ്സിലാക്കി ഇന്നോ അല്ലെങ്കിൽ നാളെയോ, ഇന്ന് രാവിലെ ആയിരിക്കും കേട്ടോ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. രാത്രി ഞാൻ റെക്കോർഡ് ചെയ്യാണ്. അത്യാവശ്യം ലെങ്ത് ഉണ്ടാകും, കാരണം എല്ലാം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സമയമില്ലെങ്കിൽ വീഡിയോ സേവ് ചെയ്ത് വെക്കുക, അതിനുശേഷം പിന്നീട് കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇപ്പം കണ്ടിട്ട് ബാക്കി പിന്നീട് കണ്ടാൽ കണ്ടിന്യൂ ആയിട്ട് കാണുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. റെയിൽവേയിലേക്ക് നിങ്ങൾക്ക് ജോലി ആഗ്രഹിക്കുന്നുണ്ട്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അതിന് മുമ്പ് കുറച്ച് ഇൻസ്ട്രക്ഷൻ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു 2 മിനിറ്റ് അതിനുള്ളിൽ ഞാൻ മൊത്തം കാര്യം നിങ്ങൾ കേൾക്കേണ്ട കാര്യം തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞൊന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഡിഗ്രി ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് +2 ലെവലിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള സംശയമാണ് പലർക്കും, ഈ 2 പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്ന്. ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് ഡിഗ്രി ലെവലിന് അപേക്ഷിക്കാം, +2 ലെവലിന് അപേക്ഷിക്കാം. 2ലേക്ക് അപേക്ഷിക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു റീജിയൻ സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ തിരുവനന്തപുരം ആണെങ്കിലോ അല്ലെങ്കിൽ ചെന്നൈ ആണെങ്കിലോ ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ ഡിഗ്രി ലെവൽ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാം കേട്ടോ. ഈ ഡിഗ്രി ലെവലാണെങ്കിലും +2 ലെവലാണെങ്കിലും എല്ലാവർക്കും അപേക്ഷിക്കാം. ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിര ജോലിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഡിഗ്രി ലെവൽ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF നിങ്ങൾക്ക് ആവശ്യമാണെന്ന് കമൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. ഒരുപാട് പേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് മുമ്പ് നമ്മൾ PDF ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേർക്ക് അത് എക്സാമിന് യൂസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ നിങ്ങൾ വാങ്ങിയാൽ പോലെ അത് കണക്ട് ചെയ്ത് പഠിക്കണം. അതിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചത് ഒരുപാട് 2-3 വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ റിവറിനെ പറ്റി ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് പലതും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക, അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യയൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രേറ്റ് ബാത്ത് ഓഫ് മോഹൻജദാരോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോഹൻജദാരോ ആ ഒരു പോർഷൻ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് കവർ ചെയ്ത് പഠിക്കുക. എൻറ്റയർ സിലബസ് കവർ ചെയ്യാൻ സാധിക്കാത്തവർ അങ്ങനെ ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഭാഗം മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്യുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ഒന്നാമത്തെ പോയിന്റായിട്ട്. രണ്ടാമത്തെ പോയിന്റായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു PDF നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ PDF മെറ്റീരിയൽ നമ്മൾ വെരിഫിക്കേഷൻ സ്റ്റേജിലാണുള്ളത്. അതും കൂടി കഴിഞ്ഞാൽ ഉടനടി നിങ്ങളിലേക്ക്, ഇനി മേ ബി NTPCൻ്റെ അടുത്ത വീഡിയോ ആ PDFൻ്റെ ആയിരിക്കും. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമ്മുടെ ഇതിൻ്റെ +2 ലെവലിൻ്റെ PDF നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിന് മുൻപായിട്ട് ഈ വീഡിയോ മൊത്തത്തിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. മൊത്തത്തിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ ആണ്. മിനിമം +2 മതി. എൻ്റെ വീഡിയോ കാണുന്ന അധികം പേർക്കും എലിജിബിൾ ആയിരിക്കും. 13 ഇയേഴ്സിൻ്റെ ഉള്ളിലുള്ളവരായിരിക്കും കൂടുതലും കാണുന്നത്. അതിൻ്റെ മുകളിലുള്ള SC/STക്കൊക്കെ ഏജ് റിലാക്സേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുകളിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെറിട്ടോറിയൽ ആർമിയൊക്കെ താല്പര്യമുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഇനി മുമ്പോട്ട് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ വരുന്നുണ്ട്. എന്തായാലും ജോബ് അവസരങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് തരാറുണ്ട്. അപ്പം നിങ്ങൾക്ക് വലിയൊരു അവസരമാണ് ഇവിടെ തുറന്നു തരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വരുന്നു. നിങ്ങൾക്ക് PDF ആവശ്യമാണ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എലിജിബിൾ ആണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, താല്പര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ PDF-ൻ്റെ കാര്യം കൂടി കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അപേക്ഷിക്കുന്ന കാര്യം കൂടി ഒന്ന് നിങ്ങൾ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഗവൺമെൻറ് ജോബിലേക്ക് എത്തിപ്പെടാന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്, കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ആക്ച്വലി ഇറ്റ്സ് ഈസി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് നമ്മൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു
പ്രൊസീജിയറിലൂടെ കടന്നു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായി പറയുകയാണെങ്കിൽ എല്ലാവരും പല ലിസ്റ്റിലും കയറുന്നത് അവർ ഒരുപാട് 7-8 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന അങ്ങനെയുള്ളവരും ഉണ്ടാകും. പക്ഷേ അങ്ങനെ പഠിക്കാത്തവരാണ് നമ്മളിൽ പലർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അങ്ങനെ പഠിക്കാൻ സാധിക്കണമെന്നില്ല. പല തിരക്കുകളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു പ്രോപ്പർ ടൈമിങ്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ വല്ലാത്തൊരു പാഷനാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുപോലെ പഠനവും നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം 1 മണിക്കൂർ അല്ല പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നാളെ തന്നെ ജോബ് കയറാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു വർഷം നിങ്ങൾ ഇതേ കൺസിസ്റ്റൻസിയോട് കൂടി അരമണിക്കൂർ കൊടുത്ത് പോവുകയാണെങ്കിലും അത് പ്രോപ്പറായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ഏതൊരു അധ്യാപകൻ്റെ അടുത്തും ആരെടുത്ത് വേണ്ടിക്ക് നിങ്ങൾ ചോദിച്ചോ. ഞാൻ ഇത്ര നാളും എൻ്റെ ഒരു പരിചയത്തിൽ നിന്ന് പറയുന്നതാണ്. ഓൾസോ ഞാൻ ലിസ്റ്റിൽ കയറിയതാണെങ്കിലും എല്ലാം ഇങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരുപാട് സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇത് കൺസിസ്റ്റൻസി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, വളരെ മിനിമൽ ആയിട്ടുള്ള ടൈം നമ്മൾ കൊടുക്കുകയാണെങ്കിലും അത് വളരെയധികം ക്വാളിറ്റിയോട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സീരിയൽ നമ്പർ 07/2025 ആണ്. ഇത് ഈ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഈ ഒരു സീരിയൽ നമ്പറിലായിരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. +2 ലെവലിൻ്റെ സീരിയൽ നമ്പറാണ് കേട്ടോ ഇത്. ഡിഗ്രി ലെവലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ 2 പോസ്റ്റിന് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡിഗ്രി ഉണ്ട്, +2 ലെവലിന് അപ്ലൈ ചെയ്യുക, ഡിഗ്രി ലെവലിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അതും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിൽ ഏതിലേക്ക് അപേക്ഷിക്കണം, വേക്കൻസി വിലയിരുത്തിയിട്ടാണോ അല്ലെങ്കിൽ മറ്റൊന്നും അടിസ്ഥാനത്തിലാണോ, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ എടുക്കുക. ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, ഞാനിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ കണ്ടോ നോട്ടിഫിക്കേഷൻ ഞാൻ എല്ലാ വീഡിയോൻ്റെ താഴെ കൊടുക്കാറുണ്ട്. ഈ വീഡിയോൻ്റെ താഴെയും ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ PSCൻ്റെ മാത്രമേ നമ്മളങ്ങനെ കൊടുക്കാതിരിക്കാറുള്ളൂ. കാരണം PSC ഫിമിലിയർ ആണ് എല്ലാവർക്കും. സൈറ്റിൽ അപേക്ഷിക്കാൻ കയറുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പക്ഷേ RRB SSC എന്ന് പറയുന്നത് മലയാളികൾക്ക് അധികം ഫിമിലിയർ അല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഫിമിലിയർ തന്നെയാണ്. പക്ഷേ ഇത് ബേസിക്കലി അറിഞ്ഞു വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്ന ലിങ്കും അതുപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും എല്ലാ വീഡിയോൻ്റെ അടിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അത്ര ഓപ്പർച്യൂണിറ്റി ഇവിടെ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനിമൽ ആയിട്ടുള്ള സമയം കൊടുത്താൽ തന്നെ ഇത്ര അധികം അവസരങ്ങളുണ്ട്. ഏതിലെങ്കിലും ഒന്നിൽ നമുക്ക് കിട്ടാതിരിക്കില്ല, ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി, തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ താഴെയുണ്ട്. നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക, ഈ ഒരു 2ാമത്തെ പേജിൽ വരുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് 4ാമത്തെ പേജിലുണ്ടെന്ന് പറയുന്നുണ്ട്. ജനറൽ ഇൻസ്ട്രക്ഷൻസ് 6-7 പേജിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഏജ് ലിമിറ്റിൻ്റെ കാര്യം 9ാമത്തെ പേജിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 9ാമത്തെ പേജ് 2ാമത്തെ പേജാണ്. 4ാമത്തെ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് കിട്ടും. അതിലേക്കാണ് നമ്മൾ ആദ്യം കിടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഇതിലൂടെ നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലായിട്ടില്ല കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇട്ട വീഡിയോ, ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ അടിയിൽ വരുന്ന ആദ്യ കമൻറ്റുകളൊക്കെ ഞാൻ പരമാവധി നോക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നീട് അടുത്ത വീഡിയോൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി അതായിരിക്കും നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്കായിരിക്കും ഞാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം മുമ്പിട്ട വീഡിയോനെ കുറിച്ച് ഉണ്ടെങ്കിൽ അത് അടുത്ത പുതുതായിട്ട് വരുന്ന വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. കാരണം കമൻറ്റിന് റിപ്ലൈ കിട്ടാൻ അതാണ് കുറച്ചുകൂടെ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എനിവേ നമുക്കിനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കാര്യങ്ങളിലേക്ക് കിടക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മൊത്തത്തിലൊരു ഐഡിയ കിട്ടും, എന്താണ് NTPC, എന്തൊക്കെ ചെയ്യണം, മൊത്തത്തിലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. ഇത്രയും ഒരു കാര്യം പറഞ്ഞത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും. ഞാൻ എന്തായാലും ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ അറിയുന്നവരുണ്ടാവും. അറിയുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് കാണാനായിട്ടാണ് ഈ ഒരു പോർഷനിൽ ഞാൻ താഴെ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ തൊട്ടിട്ട് നമുക്ക് മുമ്പോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ, എക്സാമായിട്ട് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ അതും കൂടി പറയുന്നതായിരിക്കും. അപ്പോൾ ടൈം സ്റ്റാമ്പ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് വീഡിയോ വളരെ എളുപ്പത്തിൽ നോക്കി, എല്ലാവർക്കും എല്ലാം മനസ്സിലാവണമെന്നില്ല. ഇപ്പം ഞാനാണെങ്കിൽ എല്ലാ അറിവും തികഞ്ഞ ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും, അതായത് ഓരോരോ പോർഷൻ നമുക്ക് താഴെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളൊന്ന് യൂട്യൂബിൻ്റെ താഴെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടല്ലോ, റെഡ് ലൈൻ, നമുക്കിങ്ങനെ ടൈം സ്റ്റാമ്പിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണാൻ പറ്റുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ആദ്യം തന്നെ ഇൻട്രോ പറയുന്നു, പിന്നീട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എനിവേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ള 28/10/2025 നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ ഇന്ന് വരുന്നു പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 2
19 2:30 ആവാനായിട്ടുണ്ട് സമയം. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ പരമാവധി നിങ്ങളുടെ സപ്പോർട്ട് കൃത്യമായിട്ട് ലഭിക്കണം. അത് ലഭിച്ചാൽ തന്നെ ഒരുപാടധികം ഇതുപോലുള്ള കണ്ടന്റ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സഹായപ്രദമാകുന്നതായിരിക്കും. എനിക്ക് വളരെയധികം പ്രചോദനമാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 28/10/2025 ഇന്ന് മുതൽ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. RRBൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ പറയുന്നത് പോലെ തന്നെ എന്നും പറയുന്ന പോലെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 27/11/2025 ആണെന്നും കൂടി ശ്രദ്ധിക്കും. അപ്പോൾ ഇതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അന്ന് രാത്രി 12 മണിക്ക് 1 മിനിറ്റ് മുമ്പ് വരെ, അതായത് 11:59 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അത്രയൊന്നും വെക്കണ്ട. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഏത് പ്രിഫറൻസിൽ അപേക്ഷിക്കണം എന്നുള്ളത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാത്രമാണ്. അതായത് വേക്കൻസിൻ്റെ ബേസിലോ സോണ് ബേസിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലോ പ്രീവിയസ് കട്ട് ഓഫിൻ്റെ കാര്യത്തിലോ. പ്രീവിയസ് കട്ട് ഓഫ് ഒന്നും നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റും. കഴിഞ്ഞ തവണ അത്ര അവിടെ വന്നു, ഇത്തവണ അത്ര വരണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് എല്ലാം നിങ്ങൾ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു 27/11/2025 ആണ്. അപേക്ഷ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. 1 മാസത്തിൻ്റെ അടുത്ത് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കേണ്ട, വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീസ് സബ്മിറ്റ്, എല്ലാവർക്കും ഫീസ് ഉണ്ട്. ഫീസിൻ്റെ കാര്യം കൃത്യമായിട്ട് ഞാൻ മുമ്പോട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 29/11/2025 വരെ അപേക്ഷ കഴിഞ്ഞിട്ട് 1 ദിവസം എക്സ്ട്രാ നമുക്ക് 2 ദിവസം എക്സ്ട്രാ നമുക്ക് ഫീസ് അടക്കാനുള്ള ടൈം കൂടി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ തെറ്റുകൾ വരുത്തുകയാണെങ്കിൽ, അപേക്ഷയിൽ തെറ്റുകൾ വരുത്തുകയാണെങ്കിൽ 30/11/2025 മുതൽ 9/12/2025 വരെ തെറ്റുകൾ തിരുത്താനായിട്ടുള്ള സമയം നമുക്ക് നൽകുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. തെറ്റ് വരുത്താതിരിക്കുക. ഓൾറെഡി റെയിൽവേൻ്റെ പരീക്ഷയ്ക്ക് നമ്മൾ അപേക്ഷിക്കുമ്പോൾ ധാരാളം ഫീസൊക്കെ അടച്ചിട്ടാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. തെറ്റും കൂടി വരുത്തി കഴിഞ്ഞാൽ ഫീസ് റീഫണ്ടബിൾ ആണ് പക്ഷേ തെറ്റുകൂടി വരുത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനും കൂടി ഫീസ് കൊടുക്കുകയാണ്. ഫിനാൻഷ്യലി നമ്മളവിടെ ഒരു ഇതും കൂടിയാണ് ചെയ്യുന്നത്. നമ്മളവിടെ ഫീസ് രണ്ടാമത് അടക്കുകയാണ്. നല്ലൊരു കാര്യമല്ലല്ലോ. നമ്മൾ വീണ്ടും ഫീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 30/11/2025 മുതൽ 9/12/2025 വരെയാണ് തെറ്റ് തിരുത്താനുള്ള സമയം. തെറ്റ് വരുത്താതെ പരമാവധി അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ പ്രോപ്പറായിട്ട് കണ്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യുക, എന്നിട്ട് അപേക്ഷിക്കുക. അപ്പോൾ പോസ്റ്റുകൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ കൂടെ പറയുന്ന കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. പേ ലെവൽ 3 ആണ് അതിൻ്റെ വരുന്നത്. 21,700 ബേസിക് സാലറി ലഭിക്കും. ബേസിക് ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ അലവൻസും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ ഇതായിരിക്കില്ല സാലറി റേഞ്ച്. DHR അങ്ങനെ ഒരുപാടധികം അലവൻസ് റെയിൽവേൻ്റെ വിവിധങ്ങളായിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ ലഭിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള റെയിൽവേ അലവൻസും കാര്യങ്ങളൊക്കെ കൂടി വരും. അപ്പോൾ ആ അലവൻസ് ലഭിക്കുന്ന സമയത്ത് ഇതായിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന സാലറി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 21,700 ഇനിഷ്യൽ പേ ബേസിക് സാലറി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ മെഡിക്കൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത് B2 ആണ്. അപ്പോൾ എന്താണ് ഈ B2, C2, A3 ഇതൊക്കെ എന്താണെന്ന് ഞാൻ മുമ്പോട്ടേക്ക് പറയും. അപ്പോൾ ഏത് പോസ്റ്റിനാണോ നിങ്ങൾക്ക് താല്പര്യം, +2 ആണ് എല്ലാത്തിൻ്റെയും ബേസ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പോസ്റ്റിനോടാണ് താല്പര്യം, ആ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ, അതായത് A2 ആണോ B2 ആണോ ഒന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ മുമ്പോട്ടേക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പോസ്റ്റിനും അപേക്ഷിക്കാനുള്ള ഏജ് എന്ന് പറയുന്നത് സെയിം ആണ്, 18 to 30. ജനറൽ കാറ്റഗറിൻ്റെ ആണ്. SC ST ആകുന്ന സമയത്ത് ഇത് മാറും കേട്ടോ. OBC ആകുമ്പോൾ മാറും. അത് ഞാൻ മുമ്പോട്ടേക്ക് പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് പറഞ്ഞ ഈ ഒരു പോസ്റ്റിന് ലെവൽ 3 ആണ് പേ സ്കെയിൽ വരുന്നത്. B2 ആണ് മെഡിക്കൽ സ്റ്റാൻഡ് വരുന്നത്. 2424 വേക്കൻസി അവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 2000 ചില്ലാനം വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് ലെവൽ 2 ആണ് പേ സ്കെയിൽ 19,900 ബേസിക് പേ ആണ് കേട്ടോ. അലവൻസ് ഉണ്ടാവും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. C2 ആണ് മെഡിക്കൽ സ്റ്റാൻഡ് പറയുന്നത്. 394 അതിൻ്റെ വേക്കൻസി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാ RRBയിലേക്കുമാണ്. നമ്മൾ തിരുവനന്തപുരം, ചെന്നൈ, അതുപോലെ ബാംഗ്ലൂർ, എവറിത്തിങ് എല്ലാം കൂടിയിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റാണ്. ലെവൽ 2 ആണ് പേ സ്കെയിൽ 19, സെയിം സാലറി തന്നെ. ലെവൽ 2 എന്ന് പറയുമ്പോൾ ഈ 3 പോസ്റ്റും സെയിം ആയിട്ടാണ് സാലറി വരുന്നത്. ദെൻ ഓൾസോ ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡും C2 ആണ് വന്നിട്ടുള്ളത്. 18 to 30. അത് ഇനി പറയണ്ട, സെയിം ആണ് ഏജ്. 163 വേക്കൻസിയാണ് അവിടെ ഉള്ളത്. പിന്നെ ട്രെയിൻ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റാണ്. അവിടെ ലെവൽ 2 ആണ് പേ സ്കെയിൽ. A3 ആണ് കേട്ടോ. ഇവിടെ ഒരു ഡിഫറൻറ്റ്. A3 ആണ് ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡ്. 77 വേക്കൻസിയാണ്. അങ്ങനെ ടോട്ടൽ ആകെ മൊത്തം ഗ്രാൻഡ് ടോട്ടലായിട്ട് എല്ലാ RRBയിലേക്കും കൂടി 3058 വേക്കൻസി നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേക്കൻസി കൂടുവാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. ഇനി ഞാൻ പറഞ്ഞു എന്ന് കരുതി വേക്കൻസി കൂടില്ല എന്നല്ല, സാധ്യത കാണുന്നില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ വർഷവും റെയിൽവേ നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ വേക്കൻസി ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിട്ട് കാണുന്നത്. അടുത്ത വർഷം ഇവർക്ക് വേക്കൻസിയിൽ ഇട്ടാൽ മതി. അതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ മറ്റൊരു കാര്യം കൊണ്ടല്ല. നമ്മളിങ്ങനെ ഈ കാര്യങ്ങളോട് ഫെമിലിയർ ആകുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ആ ഒരു ഐഡിയൻ്റെ പുറത്ത് മാത്രം പറഞ്ഞാണ്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ എല്ലാം നടക്കണമെന്നില്ല. അപ്പോൾ ഇത് ഹൈ ചാൻസ് കൂടാതിരിക്കാനാണ്. അതുകൊണ്ട് പറഞ്ഞു. ചിലവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കമൻറ്റിൻ്റെ ബേസിലും കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഈ ഒരു സ്ട്രക്ചറിൽ ഇതിൽ നിങ്ങൾക്കൊരു സംശയമില്ല, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മൾ A3, B2, C2 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് മെഡിക്കലിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ
നിങ്ങൾ C2 ആണ് നോക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ A3 ആണ് നോക്കി, A3 തന്നെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A3 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ B2 ആയിരിക്കും ചിലവർ C2 ആയിരിക്കാം, ഏതിലാണെങ്കിലും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഇൻ ഓൾ റെസ്പെക്ട് എല്ലാത്തിലും ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, ജനറൽ ഫിറ്റ്നസ്സിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ വിഷൻ സ്റ്റാൻഡ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡിസ്റ്റൻസ് വിഷൻ 6/6, അതുപോലെ 6/9 പറയുന്നുണ്ട്. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. പവർ ഓഫ് ലെൻസ് നോട്ട് ടു ബി എക്സീഡ് 2D എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിയർ വിഷൻ പറയുന്നത് കാണാൻ സാധിക്കും, 0.6 ആണ്. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ് ഇവിടെയും പറയുന്നത്. അത് ഇവിടെ വേറൊരു കാര്യം കൂടി പറയാം, മസ്റ്റ് പാസ് ദി ടെസ്റ്റ് ഓഫ് കളർ വിഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, നൈറ്റ് വിഷൻ, അതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ ഐസൈറ്റും കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആണോ, നിങ്ങളുടെ ഗ്ലാസ് വിയർ ചെയ്യുന്നവരാണോ, അതൊക്കെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കാം. അതായത് നിങ്ങൾക്കറിയായിരിക്കും നിങ്ങളുടെ എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട്, ഇപ്പം ഹൈറ്റിൻ്റെ കാര്യം, ഇപ്പോൾ 170 സെൻറ്റി, ഇത് ഹൈറ്റ് പറയുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറയാം. 170 സെൻറ്റിമീറ്റർ വേണമെന്ന് പറയുമ്പം പലർക്കും പല ഹൈറ്റ് ആയിരിക്കും. അത് 170ൻ്റെ മുകളിൽ എന്തുണ്ടെങ്കിലും ഓക്കെയാണ്, 170 ആണെങ്കിലും ഓക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഐസൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കായിരിക്കും കുറച്ചുകൂടെ എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള നിങ്ങൾക്ക് തന്നെയായിരിക്കും നന്നായിട്ട് അറിയുന്നത്. അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് ഇതായിട്ടുള്ളത്, അനുയോജ്യമായിട്ടുള്ളത്, അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് അതിലേക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. വിത്തൗട്ട് ക്ലാസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഏജ് ലിമിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഏജ് ഇവിടെ പ്രോപ്പറായിട്ട് വ്യക്തമായിട്ട് ഞാൻ പറയുന്നതാണ്, ആർക്കൊക്കെ എങ്ങനെ അപേക്ഷിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ 18 to 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 18 to 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കട്ട് ഓഫ് ഏജ് കൃത്യമായിട്ടുള്ള ഞാൻ പറയുകയാണ്, ജനറൽ കാറ്റഗറിയിൽ ജനിച്ചവരാണ്. ജനറൽ കാറ്റഗറി ജനറൽ വിഭാഗത്തിലുള്ളവരാണെങ്കിൽ അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ 1/1/2008 അതുപോലെ തന്നെ ജനറൽ EWS വിഭാഗത്തിലാണ് 1/1/2008 അതുപോലെ തന്നെ 2/1/1996 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ജനറൽ അതുപോലെ തന്നെ EWS ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഇതിങ്ങനെ ഞാൻ കാണിക്കാൻ കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചല്ല, ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്കുള്ള സംശയം മേ ബി മറ്റൊരാൾക്കും കൂടി കാണാം. അതുകൊണ്ടാണ് ഈ ഒരു രീതി പറയുന്നത്. ജനറൽ EWSന് ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ആണ് നിങ്ങൾ ജനിച്ചെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ OBC NCL നോൺ ക്രിമിലെയർ ആണ്, ക്രിമിലെയർ വിഭാഗമല്ല, നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ ജനിച്ചവരാണെങ്കിൽ ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. അതായത് 1/1/2008 2/1/1993 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. OBCക്ക് 3 വർഷത്തെ പ്രായത്തിൽ റിലാക്സേഷൻ ഉണ്ടെന്ന് തന്നെ സാരം. അതുപോലെ തന്നെ നിങ്ങൾ SC ST വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ ഈ ഒരു ഡേറ്റിനും, അതായത് 1/1/2008 അതുപോലെ 2/1/1991 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് കരുതുന്നു. ഇതുവരെ നിങ്ങൾക്ക് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിക്കാണുമെന്ന് വ്യക്തമായിട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ SC STക്ക് 5 വർഷത്തെ, OBCക്ക് 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ടെന്ന് ഇവിടെ ഒന്നുകൂടെ നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. അത് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി ഞാനത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷാ ഫീസിൻ്റെ കാര്യം. എല്ലാവരും 500 രൂപ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. വിഷമിക്കേണ്ട, റീഫണ്ടബിൾ ആണ്. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എല്ലാ ആൺകുട്ടികളും എന്ത് ചെയ്യണം, 500 രൂപ അപേക്ഷാ ഫീസ് അടക്കണം. അത് ഫസ്റ്റ് എക്സാം ഉണ്ടല്ലോ, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജിൻ്റെ എത്ര സ്റ്റേജ് ഉണ്ട് എല്ലാം ഞാൻ മുമ്പോട്ട് പറയുന്നുണ്ട്. അതാണ് പറഞ്ഞ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ഷമാപൂർവ്വം മുന്നോട്ടേക്ക് കണ്ടാൽ മതി. അത്യാവശ്യം ലെങ്ത് ഉണ്ടാകും, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണല്ലോ ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേട്ടിരിക്കുക. അതുകൊണ്ട് തെറ്റുകൾ വരുത്താൻ നമ്മൾ ചാൻസ് വളരെ കുറവായിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ കാര്യത്തിന് മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ 500 രൂപയാണ് നമുക്ക് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. അതിൽ 400 രൂപ, അതായത് 100 രൂപയെ ശരിക്കും ഫീസുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാമിനേഷൻ, ആദ്യഘട്ട എക്സാം എഴുതിയാൽ മതി. പാസ്സാവണം കേട്ടോ, ഇതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പറയാം. പാസ്സാവാൻ വേണ്ടിയാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അപ്പോൾ ആദ്യഘട്ട പരീക്ഷ നമ്മൾ എഴുതിയാൽ തന്നെ നമുക്ക് 400 രൂപ റീഫണ്ടായിട്ട് നമ്മളൊരു അക്കൗണ്ട് കൊടുക്കും. അപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് തന്നെ ആയിരിക്കും പൊതുവേ കൊടുക്കുക. നിങ്ങൾ മറ്റുള്ള അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയിട്ട് അപേക്ഷിക്കുമ്പോൾ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ചെയ്യില്ലെന്നറിയാം, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ റീഫണ്ട് വരാൻ അവിടെ കൊടുക്കുന്ന അക്കൗണ്ടിലായിരിക്കും ശ്രദ്ധിച്ചിരിക്കുക. ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ, മറ്റൊരു രീതിയിൽ എടുക്കേണ്ട, ജസ്റ്റ് പറഞ്ഞതാണ്. 500 രൂപ ഫീസ് ഉണ്ടാകും, അതിൽ 400 രൂപ തിരിച്ച് കയറുന്നതായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫേസ് അറ്റൻഡ് ചെയ്താലേ കയറത്തുള്ളൂ. പിന്നെ അത് പരീക്ഷ ചെയ്ത് പിറ്റേ ദിവസം തന്നെ കയറത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത്യാവശ്യം നല്ല സമയം എടുക്കും ഇത് കയറാനായിട്ട്. എത്ര ടൈം എടുക്കും എന്ന് തന്നെ പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാൻഡിഡേറ്റ് ബിലോങ്
ടു SC ST വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾ, എക്സ് സർവീസ്മെൻ, അതുപോലെ ഫീമെയിൽസ്, ഇവിടെ കാണുന്ന ഈ വിഭാഗങ്ങളില്ലേ, ഈ പ്രധാനമായിട്ടും പറയുന്നത് മേജർലി നമ്മുടെ വീഡിയോ കാണുന്ന വിഭാഗങ്ങൾ ഞാൻ എടുത്ത് പറയുകയാണ്. എക്സ് സർവീസ്മെൻ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ SC ST, എക്സ് സർവീസ്മെൻ, ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ്, പിന്നെ മൈനോറിറ്റി ഓർ എക്കണോമിക്കലി ബാക്കർ സെക്ഷൻ, ഇവിടെ ഒരുപാട് സെക്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്കൊക്കെ ഫീസ് വരുന്നത് 250 രൂപയേ ഉള്ളൂ. ഈ 250 രൂപയും നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്, 215 റുപ്പീസ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു റിസീവ് ദാറ്റ് ക്യാഷ് ഡയറക്റ്റ്ലി നിങ്ങളുടെ ബാങ്കിലേക്ക് ആ മൊത്തം എമൗണ്ടും തിരിച്ചു കയറുന്നതായിരിക്കും. അതിൽ സംശയമില്ലെന്ന് കരുതുന്നു. ആ ഫീസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായി. ആദ്യമായിട്ട് അപേക്ഷിക്കാൻ പോകുന്നവർക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി കൊടുത്തതാണ്. അപ്പോൾ ആ ഫണ്ട് മൊത്തം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു കയറുന്നതായിരിക്കും. അത്യാവശ്യം സമയമെടുക്കും എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുക. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അപ്ലൈൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ, ബാക്കിയുള്ള എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതുകൂടി നോക്കാം. ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാമിനേഷൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 90 മിനിറ്റിൻ്റെ എക്സാമാണ് ഉണ്ടാകുക. ജനറൽ അവയർനെസ് 40 മാർക്കിന്, മാത്സ് 30 മാർക്കിന്, റീസണിങ് 30 മാർക്കിന്, അങ്ങനെ 100 മാർക്കിൻ്റെ പരീക്ഷയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള PDF നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, PDF പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആവശ്യമാണെങ്കിൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ഇതിൻ്റെ എക്സാമിനേഷൻ, മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫേസ്. ഈ ഫസ്റ്റ് ഫേസിന് ഒരു കട്ട് ഓഫ് ഇടും. അത് റിസൾട്ട് വരുന്ന സമയത്ത് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ അന്നും വീഡിയോ ചെയ്യും. ഇതിൻ്റെ പരീക്ഷ നടക്കാൻ പോകുമ്പോൾ വീഡിയോ ചെയ്യും. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉടനെ വരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇപ്പം വന്ന് വരുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ തിങ്കളാഴ്ച ലഭിക്കും. തിങ്കളാഴ്ച രാത്രി വരെ ഇപ്പം ഞാൻ ഇരിക്കുകയാണല്ലോ. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ വീഡിയോ ചെയ്യാം. വീഡിയോ ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരും. ലാസ്റ്റ് ഡേറ്റിന് മേ ബി അല്ല, ഉറപ്പായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം മേ ബി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിൽ അപേക്ഷിക്കാത്തവർ അത് കണ്ട് അപേക്ഷിക്കും. ഒരുപാട് പേര് അപേക്ഷിക്കും. അതുപോലെ തന്നെ എക്സാം എടുക്കുന്നതിന് മുമ്പ് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യും, എക്സാം ഡേറ്റ് റിലീസ് ചെയ്യും. അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾക്ക് മെസ്സേജ് വരും, കാര്യങ്ങൾ വരും. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്നും ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് രണ്ടാമതൊന്ന് വെരിഫൈ ചെയ്തേ ഉള്ളൂ. സോ നമ്മുടെ ഫാമിലിയിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പുതിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഇത് കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ ആ ഒരു പരീക്ഷ പാസ്സാകും. അന്ന് നമ്മളൊരു വീഡിയോ ചെയ്യും, റിസൾട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അറിയുകയും ചെയ്യും. ഡെഫിനറ്റ്ലി നമ്മുടെ ചാനലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ നമ്മൾ അവിടെ സ്റ്റോറി ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ എല്ലാവരും നമ്മൾ അറിയിക്കാറുണ്ട് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റേജിലേക്ക്, ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷ എഴുതി പാസ്സായ കട്ട് ഓഫ് ബീറ്റ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡ് സ്റ്റേജിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന 90 മിനിറ്റിൻ്റെ ഒരു പരീക്ഷ തന്നെയാണ്. ജനറൽ അവയർനെസ് 50-ന് 50 മാർക്കിനുണ്ട്. അതുപോലെ തന്നെ മാത്സ് 35 മാർക്കിന്, റീസണിങ് 35 മാർക്കിന്, 120 മാർക്കിൻ്റെ പരീക്ഷയാണ് ഇവിടെ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ കട്ട് ഓഫ് ഉണ്ട് കേട്ടോ, മൈനസ് മാർക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് 1/3 മാർക്ക്. അതായത് 3 എണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ, 3 ചോദ്യങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് നിങ്ങളുടെ നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ തെറ്റിക്കാതെ ചെയ്യണം. അത് ഫസ്റ്റ് ഫേസ് എക്സാമിന് ഉണ്ടോ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഫേസ് എക്സാമിനും ഇതേ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും കണ്ണും പൂട്ടി ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ചോദ്യം നമുക്ക് MCQ ടൈപ്പിലായിരിക്കും. അതായത് ഒരു ചോദ്യം PSC എക്സാം പോലെ തന്നെ കമ്പ്യൂട്ടറിലായിരിക്കും. പക്ഷെ നമുക്ക് മൗസും കൊണ്ട് കറപ്പിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും. പെന്നും പേപ്പറും അല്ല, കമ്പ്യൂട്ടറിലാണ് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും SSC എക്സാം ഒക്കെ എഴുതുന്നവരാണ്, റെയിൽവേ എക്സാം എഴുതിയവരുണ്ടാവും. ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർക്ക് കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേജിൻ്റെ എക്സാമിനേഷൻ്റെ സിലബസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എത്രയൊക്കെ സ്റ്റേജുകളുണ്ട് ഓരോ പോസ്റ്റിലേക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ടോട്ടൽ 4 പോസ്റ്റാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 4 പോസ്റ്റിനും എല്ലാത്തിനും 3 സ്റ്റേജ് ഇല്ല. ചില പോസ്റ്റുകൾക്ക് 2 സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ചില പോസ്റ്റിന് 3 സ്റ്റേജ് സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ബോക്സ് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ ബോക്സ് ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് പോസ്റ്റാണ്, ലെവൽ 3 പേ സ്കെയിൽ. അതൊക്കെ നമ്മൾ പറഞ്ഞു. കോമൺ ആയിട്ട് ഫസ്റ്റ് സ്റ്റേജ് എല്ലാ പോസ്റ്റിനും ഫസ്റ്റും സെക്കൻഡും സ്റ്റേജ് ഉണ്ട് കേട്ടോ. ഏത് പോസ്റ്റിനെ അപേക്ഷിച്ചാലും ഫസ്റ്റും സെക്കൻഡും സ്റ്റേജ്. കൊമേഴ്സ്യൽ ടിക്കറ്റ് ക്ലർക്ക് ആയിക്കോട്ടെ, അതായത് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആയിക്കോട്ടെ, അക്കൗണ്ടന്റ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആയിക്കോട്ടെ, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആയിക്കോട്ടെ, ട്രെയിൻ ക്ലർക്ക് ആയിക്കോട്ടെ, ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതണം. അത് പാസ്സാകുന്നവർ സെക്കൻഡ് സ്റ്റേജ് എക്സാം എഴുതണം. അത് പാസ്സാകുന്നവർ എന്ത് ചെയ്യണം, ഫൈനൽ ലിസ്റ്റിൽ വരുന്ന ഏതൊക്കെ പോസ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 3ാമത്തെ സ്റ്റേജ് ഇല്ല. നിങ്ങൾ ഫൈനൽ ലിസ്റ്റിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് തന്നെ അടുത്ത സ്റ്റേജ് ജോലി, കാര്യങ്ങൾ, ഫൈനൽ ലിസ്റ്റ്, അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോകാം. അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റാണ് ട്രെയിൻ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റ്. അതിന് 3ാമത്തെ സ്റ്റേജ് ഇല്ല. 3ാമത്തെ സ്റ്റേജ് ഉള്ളത് ആകെ 2 പോസ്റ്റുകൾക്കാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അക്കൗണ്ടന്റ് കം ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് കാണാൻ സാധിക്കും. അതിന് ഫസ്റ്റ് ഫേസ് എക്സാം ഉണ്ട്, സെക്കൻഡ് ഫേസ് എക്സാം ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും.
കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനോടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ നമ്മുടെ BSF ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ പോസ്റ്റിന് അപേക്ഷിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും +2 ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ടൈപ്പിംഗ് ഫിസിക്കലൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എക്സാമിൻ്റെ കൂടെ തന്നെ ടൈപ്പിംഗ് ഒക്കെ നോക്കുന്നവരായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെ വിനിയോഗിക്കാൻ സാധിക്കും. ഈ ഒരു പോസ്റ്റിനോട് താല്പര്യമുള്ളവർക്ക് ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ച് അത് വിനിയോഗിക്കാം. അതുപോലെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ്, അതിനും ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഉണ്ട്, സെക്കൻഡ് സ്റ്റേജ് എക്സാം ഉണ്ട്. അത് പാസ്സാകുന്നവർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് കൂടി വരുന്നുണ്ട്. ഈ 2 പോസ്റ്റിനാണ് കേട്ടോ ആ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഇൻഫോർമേഷനിലേക്ക് പോകാം. ഹൗ ടു അപ്ലൈ ചെയ്യേണ്ടത് RRBൻ്റെ വെബ്സൈറ്റിലൂടെയാണ്. നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ RRBൻ്റെ വെബ്സൈറ്റിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അതിൽ ലോഗിൻ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. മുമ്പ് നമ്മൾ ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ 1 ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനുശേഷം നമ്മൾ PSC അതുപോലെ SSC ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അതിൽ നമ്മൾ കയറി അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. മറ്റ് കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ, ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ഇതിന് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ, ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും, അത് നമുക്കിത് ഈ ഒരു പേജ് മുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇവിടെ കാണാൻ സാധിക്കും കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് പോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ പേ സ്കെയിലും കാര്യങ്ങളും B2 ആണ്, മെഡിക്കൽ സ്റ്റാൻഡ്, അതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഓൾറെഡി നമ്മളിത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പോൾ ഇതിന് ഫസ്റ്റുള്ള ഈ ഒരു പോസ്റ്റ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, ഈ പറയുന്ന കാര്യം. കാരണം അടിയിലുള്ള ക്വാളിഫിക്കേഷനൊക്കെ സിമിലർ ആണ്, കുറച്ച് ഡിഫറൻസ് ആയിരുന്നുള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത. +2 പാസ്സായിരിക്കണം. ഇക്വലൻ്റ് ആയിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. നോട്ട് ലെസ് ദാൻ 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇൻ അഗ്രിഗേറ്റ് 50% മാർക്ക് ഈസ് നോട്ട് ലെസ് ദാൻ, നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. അതുപോലെ 50% മാർക്ക് എന്ത് ചെയ്യേണ്ട, SC ST ഉദ്യോഗാർത്ഥികൾ, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, അതുപോലെ എക്സ് സർവീസ് മാൻ എന്നാകുന്ന സമയത്ത് നിങ്ങൾക്ക് 50% മാർക്ക് വേണം നിർബന്ധമില്ല. നിങ്ങൾ ജനറൽ EWS അതുപോലെ OBC വിഭാഗത്തിലൊക്കെ പെടുന്നവരാകുമ്പോഴാണ് ഈ ഒരു 50% +2 വേണമെന്ന് പറയുന്നത്. ഇനി ആ ഒരു കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 50% വേണ്ട. അതിവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് കാൻഡിഡേറ്റ് ഹു പോസസ് ക്വാളിഫിക്കേഷൻ ഹയർ ദാൻ +2, നിങ്ങൾക്ക് ഡിഗ്രി അല്ലെ PG മറ്റുള്ള +2നേക്കാളും ഉന്നതമായിട്ടുള്ള യോഗ്യതകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, ഈ 50% മാർക്ക് എന്നുള്ളത് ബോധേഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അപേക്ഷിക്കാന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. സോ +2 ഉണ്ടായിരിക്കണം. മിനിമം +2 ഉള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ +2 ഉണ്ടായിരിക്കണം. +2ൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയായിട്ട് പറഞ്ഞത്. ഇനി അക്കൗണ്ടന്റ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റാണ്. അതിന് അപേക്ഷിക്കാൻ +2 തന്നെയാണ് വേണ്ടത്. ഈ പറഞ്ഞ യോഗ്യത തന്നെ 50% മാർക്ക്, SC STക്ക് 50% വേണ്ട. അതുപോലെ തന്നെ +2ൽ കൂടുതൽ, +2നേക്കാളും കൂടുതൽ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ഈ 50% മാർക്ക് വേണ്ട എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്പിംഗ് പ്രൊഫഷൻസി, ടൈപ്പിങ്ങിലുള്ള അറിവ് കമ്പ്യൂട്ടറിൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഉള്ളത് വേണം. കാരണം ഇവിടെ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ടല്ലോ, അതുണ്ടായാൽ മതി. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും നിർബന്ധമില്ല, എസെൻഷ്യൽ ആണ്, നിർബന്ധമായിട്ട് അത് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതിലുള്ള അറിവുണ്ടായാൽ മതി. അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി 3ാമത്തെ പോസ്റ്റാണ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അതിനും എന്താണ് സിമിലർ യോഗ്യതയാണ്, നേരത്തെ പറഞ്ഞ അതേ യോഗ്യത തന്നെ. +2ൽ 50% മാർക്ക്, SC STക്ക് 50% വേണ്ട. +2നേക്കാളും ഹയർ യോഗ്യതയുള്ളവർക്ക് അത് വേണ്ട. പിന്നെ ടൈപ്പിംഗ് വേണം, ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ഉള്ള ടൈപ്പിംഗ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ട്രെയിൻ ക്ലർക്ക് പോസ്റ്റാണ്. ഇതിന് അപേക്ഷിക്കുന്നവർക്ക് സെയിം യോഗ്യത തന്നെയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് പോലെ. +2 വേണം, 50% മാർക്ക് വേണം. SC STക്ക് അത് ആവശ്യമില്ല, എക്സ് സർവീസ്മാൻ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് +2നേക്കാളും ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആൻഡ് കാൻഡിഡേറ്റ് ഹു പോസസ് ക്വാളിഫിക്കേഷൻ ഹയർ ദാൻ +2 സ്റ്റേജ്, +2നേക്കാളും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണ്ട, ഇത് വേണ്ട. +2ൽ 50% മാർക്ക് വേണം, നിർബന്ധമില്ല. ഇനി നമുക്ക് വേക്കൻസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നമ്മൾ കേരളത്തിലുള്ള കുട്ടികൾ അധികം അപേക്ഷിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഒന്ന് ചെന്നൈ, തിരുവനന്തപുരം, അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവിടെ എത്രയൊക്കെ വേക്കൻസി വന്നിട്ടുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് വേക്കൻസി അത് ഞാൻ ലാസ്റ്റ് പറയാം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ടോട്ടൽ 54 വേക്കൻസീസ് ആണ് ബാംഗ്ലൂരിലേക്ക് വന്നത്. അത് എത്ര പോസ്റ്റ് ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 1, 2, 3 പോസ്റ്റുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാറ്റഗറി നമ്പർ ഒരു പോസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, 1, 2, 4 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് പോസ്റ്റിനോടാണ് നിങ്ങൾക്ക് താല്പര്യം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോസ്റ്റ് ഇവിടെ ഇല്ലെങ്കിൽ ബാംഗ്ലൂർ എന്നുള്ളത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒരു ഫാക്ടറാണ്, നിങ്ങൾ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളതിനെ തീരുമാനിക്കുന്ന ഒരു ഫാക്ടറാണത്. അപ്പം ബാംഗ്ലൂരുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് അവിടെയൊക്കെ അപേക്ഷിക്കാം. പക്ഷേ മേജർലി നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഞാനിവിടെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ അടുത്തതെന്ന് പറഞ്ഞാൽ ചെന്നൈയാണ്. ചെന്നൈയിൽ 80 ഒഴിവുകളാണുള്ളത്. അത്യാവശ്യം 3000 നോക്കുകയാണെങ്കിൽ തരക്കേടില്ലാത്ത ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ട്രെയിൻ ക്ലർക്ക് അക്കൗണ്ട് 3 പോസ്റ്റുകളാണ് ഉള്ളത് കേട്ടോ. 3 പോസ്റ്റ് തന്നെയാണ് നമ്മുടെ ചെന്നൈയിലും ഉള്ളത്. അപ്പോൾ അതിൽ OBCക്ക് എത്ര, SC STക്ക് എത്ര, അങ്ങനെ ഒരു വേക്കൻസി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേരളം നോക്കാം. കേരളം ഏറ്റവും അടിയിലുണ്ടാവും, തിരുവനന്തപുരം.
തിരുവനന്തപുരം വന്നിട്ടുള്ളത് ടോട്ടൽ 86 ഒഴിവ് വന്നിട്ടുണ്ട് കേട്ടോ. 86 ഒഴിവ് ടോട്ടലി വന്നിട്ടുണ്ട്. 86 തിരുവനന്തപുരം RRBയിൽ മാത്രമായിട്ട് 86 ഒഴിവ് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 2 പോസ്റ്റുകളെ വന്നിട്ടുള്ളൂ. ട്രെയിൻ ക്ലർക്കും അതുപോലെ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കും 2 പോസ്റ്റുകൾ കുറവാണ്. ഇനി അപേക്ഷിക്കേണ്ട കാര്യം പറയാം. നിങ്ങൾക്ക് വേക്കൻസിൻ്റെ ബേസിൽ അപേക്ഷിക്കുക. ഇവിടെ ഇത്ര വേക്കൻസി ഉണ്ട്, ഇവിടെയാണ് കൂടുതൽ, അല്ല ഇതിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മറ്റൊരു 200-ൽ കൂടുതൽ വേക്കൻസി ഉള്ള സെക്കന്ദരാബാദ്, അവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 200-ൽ കൂടുതൽ വേക്കൻസി വന്നിട്ട് അവിടെ വെക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സിനെ അനുസരിച്ചിരിക്കുന്നതായിരിക്കും. ഇനി ചില സ്ഥലത്ത് 2 പോസ്റ്റുകൾ മാത്രം വന്നിട്ടുണ്ട്. പാറ്റ്ന വന്നത് കാണാൻ സാധിക്കും. 2 വേക്കൻസി ഉള്ളൂ. അപ്പം നിങ്ങൾ പ്രതീക്ഷിച്ച പോസ്റ്റ് അവിടെ ഇല്ല, നിങ്ങൾക്ക് പ്രതീക്ഷിച്ച പോസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ മുംബൈയിൽ കാണാൻ സാധിക്കും 4 പോസ്റ്റും വന്നിട്ടുണ്ട്. മുംബൈയിൽ പോരായിട്ട് 494 വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വെക്കാൻ താല്പര്യമുണ്ട്, അവിടെ വെക്കാം. അതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചോയ്സ് ആണ്. പലരും പല കാര്യങ്ങൾ ഇത് പറയും. കഴിഞ്ഞ തവണ ഒരു കുട്ടി എനിക്ക് മെസ്സേജ്, കഴിഞ്ഞ തവണ ഈ ഒരു എക്സാം എഴുതിയിട്ട് അവിടെ വേക്കൻസി കുറവായിരുന്നു, പക്ഷെ പലരും പറഞ്ഞ് അവിടെ വെച്ചു, പല വീഡിയോസും കണ്ട് വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ മറ്റൊരാളുടെ ഒപ്പീനിയൻ എടുക്കാതെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, മറ്റൊരാളുടെ വീഡിയോ കാണാം, അല്ലെങ്കിൽ എൻ്റെ ഉൾപ്പെടെ വീഡിയോ കാണാം, കാര്യങ്ങൾ കാണാം, എൻ്റെ അടുത്ത് നിന്ന് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് കൊടുക്കുക. കാരണം വർക്ക് ചെയ്യേണ്ടത് നിങ്ങളാണ്, പരീക്ഷ എഴുതേണ്ടത് നിങ്ങളാണ്. പരീക്ഷ നമുക്ക് കേരളത്തിൽ തന്നെ എഴുതാം കേട്ടോ. നമ്മുടെ സിറ്റിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്ത സെൻറ്റർ നമുക്ക് തരുന്നതാണ് പറയപ്പെടുന്നത്. എന്നാലും കുറച്ച് കുട്ടികൾ വളരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കുറച്ചധികം സെൻറ്റേഴ്സ് RRBക്ക് പൊതുവെ കുറവായിട്ടൊക്കെ കാണാറുണ്ട്. എന്തായാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കേരളത്തിൽ തന്നെ എക്സാം സെൻറ്റേഴ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ മൈൻഡിൽ വെക്കാം. ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഈ ഒരു ഡാറ്റൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലം, അല്ലെ ചെന്നൈ എന്ന് പറയുന്ന സ്ഥലം എക്സാം എഴുതാൻ ജോലി ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, അവിടെ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റ് അവിടെ ഇല്ല. ആഗ്രഹിക്കുന്ന പോസ്റ്റ് ഇല്ലാതെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അതും ഒരു പ്രോബ്ലമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ഇഷ്ടമുള്ള പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തിനെ മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഏതൊരു പോസ്റ്റും പ്രശ്നമില്ലെന്നാണെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാതെ നിങ്ങൾ വേക്കൻസി, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വർക്ക് പ്ലേസ്, കാര്യങ്ങൾ, അത്യാവശ്യം സിറ്റി ഏരിയ, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫാക്ടറാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക. നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ട് എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ ഇത്രയധികം കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ദെൻ ഓൾസോ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്, ഇതിനാവശ്യമായിട്ടുള്ള PDF മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ നമ്മുടെ ഡിഗ്രി ലെവലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ അല്പം ലെങ്ത് ആയിട്ടുണ്ട്, പക്ഷേ മൊത്തം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും വീഡിയോ ലെങ്ത് ആയതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയാം. കാരണം ഇത്രയധികം കാര്യങ്ങൾ, ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ലെങ്ത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ അപേക്ഷിക്കാൻ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപേക്ഷിക്കാൻ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്